2-ാം തീയതി ഈ ഫെബ്രുവരി 2-നാണ് ഞങ്ങൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വാരണാസിക്ക് വന്നത്. വാരണാസിയിൽ നിന്ന് പിന്നെ പ്രയാഗ്രാജ്, അവിടെ നിന്ന് അയോധ്യ, തിരിച്ച് വാരണാസി തന്നെ വന്നു. എന്നിട്ടിവിടെ ഇന്നലെ 2 ദർശനവും ഒക്കെ കഴിഞ്ഞു. ഭംഗിയായിട്ട് തന്നെ ഈ തീർത്ഥയാത്ര 3 സ്ഥലത്തെ പ്രയാഗ്രാജ്, അയോധ്യ, വാരണാസി 3 തീർത്ഥയാത്രയും നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു. അപ്പോൾ ഇനിയും എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും തന്നെ ഈ പ്രയാഗ്രാജ് കുംഭമേളയ്ക്ക് പങ്കെടുക്കുവാനായിട്ട് ശ്രമിക്കണം. കാര്യം 144 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടേ ഇനിയുള്ളൂ. അപ്പോൾ കഴിയുന്നവരെല്ലാവരും തന്നെ ഇതിൽ എത്രയും പെട്ടെന്ന് തന്നെ വരാനായിട്ട് ശ്രമിക്കണം. യാതൊരുവിധ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. മാധ്യമങ്ങൾ പറയുന്ന പോലെ, കേരള മാധ്യമങ്ങൾ പറയുന്ന പോലെ ഒരു ബുദ്ധിമുട്ടുമില്ല. നടക്കാൻ കുറച്ച് റെഡി ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഫുഡിനായിക്കോട്ടെ ഒന്നും പ്രശ്നമില്ല. വെള്ളം, ടോയ്ലറ്റ് സംവിധാനം എല്ലാം തന്നെയുണ്ട്. അപ്പോൾ നടക്കാവുന്നവർക്കൊക്കെ നടക്കാം. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് 2 വീലേഴ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവരെ തടഞ്ഞു നിർത്തിയിട്ട് നമുക്ക് പോകേണ്ട സ്ഥലം പറഞ്ഞാൽ എവിടെ വരെ പോകും അവിടെ വരെ അവരാക്കും. ചില ആൾക്കാർ 100 രൂപ മേടിക്കും പെർ പേഴ്സൺ. ഒരു ബൈക്കിൽ 2 പേരൊക്കെ കയറും കേട്ടോ. 100 രൂപ മേടിക്കും, ചിലപ്പോൾ 200 രൂപ കൊടുക്കണം. ഡിസ്റ്റൻസ് അനുസരിച്ചിട്ടാണ്, പിന്നെ തിരക്കനുസരിച്ച് കിട്ടുമ്പോഴേ അവർക്കും കിട്ടുള്ളൂ. പക്ഷെ എന്നാലും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അത് വളരെ പ്രയോജനപ്രദം, ഉപകാരമാണ്. അപ്പം എല്ലാവരും തന്നെ ഈ കുംഭമേളയ്ക്ക് വരാനായിട്ട് ശ്രമിക്കണം. വെച്ചാൽ നമ്മുടെ ലൈഫ് ടൈമിൽ ഒരു അച്ചീവ്മെന്റാണത്. ഇങ്ങനെ ഒരു അവസരം ഇനി ഒരിക്കലും ഈ തലമുറ എന്നല്ല, അടുത്ത തലമുറയ്ക്ക്, അതിന്റെ അടുത്ത തലമുറയ്ക്കും കിട്ടില്ല. അപ്പൊ ഈ തലമുറയിൽ ജനിച്ച നമ്മളെല്ലാവരും തന്നെ ഭാഗ്യവന്മാരാണ്. ഈ കുംഭമേള നടക്കുന്ന സമയത്ത്, ഈ നടക്കുന്ന സമയത്ത് നമുക്ക് അവിടെ പോവാൻ സാധിക്കുക എന്നുള്ളത് വളരെ മുജ്ജന്മ സുഹൃതമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് പിന്നെയും പറയുകയാണ്, അഭ്യർത്ഥിക്കുന്നു. എന്നാ വേദു ബൈ സാങ്. അപ്പോ ഹർ ഹർ മഹാദേവ്.